റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ടാപ്ഡ് റിയാക്ടർ മെത്തേഡാണ്. ഇപ്പോൾ ടാപ്ഡ് റിയാക്ടർ മെത്തേഡിൽ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. കാരണം പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കുറയുന്ന സമയത്ത് കറസ്പോണ്ടിങ് നമുക്ക് കറണ്ട് കൂടും. എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡറിയിൽ നിന്ന് പോകുന്നത് നേരെ ഒരു ടാപ്ഡ് റിയാക്ടറിലാണ്. ടാപ്ഡ് റിയാക്ടറിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിലോട്ട് പോകുന്നത്. ഇവിടെയാണ് വെൽഡിങ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വെൽഡിങ് നടക്കുന്ന ഈ ഒരു ഭാഗം വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ വെൽഡിങ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടാപ്ഡ് റിയാക്ടറിലുള്ള ടാപ്പിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ കറണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ടാപ്ഡ് റിയാക്ടറിൽ നമുക്ക് വരുത്തിയിട്ട് ഔട്ട്പുട്ട് കറണ്ടിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. കറണ്ട് കുറക്കണം എന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാപ്ഡ് റിയാക്ടറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് അവിടെയുള്ള ഔട്ട്പുട്ട് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചിപ്പോൾ ടാപ്പിങ്ങിൻ്റെ എണ്ണം വളരെ പരിമിതമാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് കറണ്ട് സെറ്റിംഗ് മാത്രമേ ഇതിൽ എന്താവുള്ളൂ, പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാപ്പിലിട്ടാൽ ഒരു കറണ്ടായിരിക്കും, രണ്ടാമത്തെ ടാപ്പിലിട്ട് അടുത്ത കറണ്ടായിരിക്കും, മൂന്നാമത്തെ ടാപ്പിലിട്ട് വേറെ കറണ്ടായിരിക്കും, നാലാമത്തെ ടാപ്പിലിട്ട് വേറെ കറണ്ടായിരിക്കും. അങ്ങനെ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കറണ്ട് സെറ്റിംഗ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോസിബിൾ ആവുള്ളൂ. അതാണ് ടാപ്ഡ് റിയാക്ടർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. നെക്സ്റ്റ് മെത്തേഡാണ് മൂവിങ് കോയിൽ മെത്തേഡ്. ഇപ്പോൾ മൂവിങ് കോയിൽ മെത്തേഡിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രൈമറി ഭാഗമുണ്ട്, അതേപോലെ ഒരു സെക്കൻഡറി ഭാഗമുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ മുകളിൽ ഒരു ഹാൻഡിലുണ്ട്. ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൈമറിയും അതേപോലെ തന്നെ സെക്കൻഡറിയും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരും. അങ്ങനെ പ്രൈമറിയും അതേപോലെ സെക്കൻഡറിയും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ടിലും എന്ത് ചെയ്യും? മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്ന വേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട്, ഈ മുകളിൽ കാണുന്ന ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈമറിയും അതേപോലെ സെക്കൻഡറിയും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരുത്തും. നമുക്ക് വേണ്ട കറണ്ട് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഡിസ്റ്റൻസിൽ അവിടെ കീപ്പ് ചെയ്യും. എന്നിട്ട് ഈ സെക്കൻഡറിയിൽ നിന്നാണ് നമ്മളെ ഇലക്ട്രോഡിലോട്ട് കറണ്ട് പോകുന്നത്. അപ്പോൾ ഇത് മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം, നമ്മൾ പ്രൈമറിയും സെക്കൻഡറും തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരുത്താണ് ഈ ഹാൻഡിൽ തിരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പ്രൈമറി സെക്കൻഡറി തമ്മിലുള്ള മാറ്റം വരുന്ന സമയത്ത് അവിടെ ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിലും കറണ്ടിലും ഒന്നുണ്ടാകും, വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡാണ് കണ്ടിന്യൂസ്ലി വേരിയബിൾ റിയാക്ടർ കോർ മെത്തേഡ്. അപ്പോൾ ഇതിൽ ഒരു പ്രൈമറി ഭാഗമുണ്ട്, അതേപോലെ ഇവിടെ ഒരു സെക്കൻഡറി ഭാഗമുണ്ട്. ഈ സെക്കൻഡറി നേരെ കൊടുത്തിട്ടുള്ളത് അടുത്തുള്ള റിയാക്ടർ കോയിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ കോയിലിനകത്തോട്ട് ഒരു കോറ് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോയിലിൻ്റെ അകത്തോട്ട് ഈ കോറ് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോറിൻ്റെ എത്രത്തോളം കോറ് ഈ കോയിലിനകത്തോട്ട് വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് റിയാക്റ്റൻസിൽ അവിടെ മാറ്റം വരും, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ കോയിലിനകത്തോട്ട് കോർ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ എത്രത്തോളം ഇൻസേർട്ട് ആവേണ്ടതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ പ്രൈമറിയും സെക്കൻഡറിയുണ്ട്. പ്രൈമറിയിൽ കറണ്ട് കൊടുക്കും, സെക്കൻഡറിയിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ കറണ്ട് നേരിട്ടല്ല നമ്മളെ ഈ ഇലക്ട്രോഡ് ഹോൾഡറിലോട്ട് വരുന്നത്, ഒരു റിയാക്ടർ കോയിൽ മുഖേനയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോഡ് ഹോൾഡറിലോട്ട് വരുന്നത്. അപ്പോൾ ആ റിയാക്ടർ കോയിലിൽ ഉള്ള കറണ്ടിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോയിലിനകത്തോട്ട് കോറ് ഇൻസേർട്ട് ചെയ്ത് വരും, താഴോട്ട് വരും. അപ്പോൾ അങ്ങനെ എത്രത്തോളം കോറ് ഇതിനുള്ളിലോട്ട് ഇറങ്ങുന്ന അനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? റിയാക്റ്റൻസിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ആ റിയാക്റ്റൻസിൽ ആ കോറിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാകുന്ന റിയാക്റ്റൻസിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഔട്ട്പുട്ട് കറണ്ട് അല്ലെങ്കിൽ വെൽഡിങ് കറണ്ടിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത മെത്തേഡാണ് കണ്ടിന്യൂസ്ലി വേരിയബിൾ റിയാക്ടർ കോർ മെത്തേഡിൽ
നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും കോറ് ഇറങ്ങിക്കഴിഞ്ഞാൽ, കോറ് കൂടുതലായിട്ടും താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ റിയാക്റ്റൻസ് കൂടുതലായിരിക്കും. റിയാക്റ്റൻസ് കൂടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വെൽഡിങ് കറണ്ട് അല്ലെങ്കിൽ വൈൻഡിങ്ങിൽ ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇതാണ് ലാസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞ കണ്ടിന്യൂസ്ലി വേരിയബിൾ റിയാക്ടർ കോർ മെത്തേഡ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, ഇലക്ട്രോലൈസിസ് ആൻഡ് ഇലക്ട്രിക്കൽ ഡ്രൈവ്സ് ഇൻ ഇൻഡസ്ട്രി. അപ്പോൾ ആദ്യം ഇലക്ട്രോലൈസിസ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ പ്രോസസ് ഓഫ് കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് വെൻ കറണ്ട് പാസസ് ത്രൂ ദം ഈസ് കോൾഡ് ഇലക്ട്രോലൈസിസ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് കരുതാം. അതായത് CuSO4. അതിലോട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ 2+ ആയിട്ടും അതേപോലെ SO4 2- ആയിട്ടും ഡീകമ്പോസ് ചെയ്തു, അതായത് വിഘടിച്ചു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈസിസ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കുക. ഈ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ 2 കോപ്പർ ഇലക്ട്രോഡ് ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം ആദ്യത്തെ ഒരു കോപ്പർ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിൻ്റെ നെഗറ്റീവ് ഭാഗം വേറൊരു കോപ്പർ ഇലക്ട്രോഡുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്ത ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് ആനോഡ് എന്ന് പറയും. നെഗറ്റീവ് ഭാഗം കണക്ട് ചെയ്തിട്ട് ഇലക്ട്രോണിനെ പറയുന്ന പേരാണ് കാഥോഡ് എന്നും പറയും. നമ്മളെന്ത് ചെയ്തു, ഇതിലോട്ട് കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കറണ്ട് വന്നു, ഈ ഒരു ആനോഡിലൂടെ കയറി കാഥോഡിലൂടെ കറണ്ട് നെഗറ്റീവ് തിരിച്ചെത്തും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ, ഇലക്ട്രോലൈസിസ് നടന്നു. അങ്ങനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ പ്ലസ് ആയിട്ടും അതേപോലെ SO4 ആയിട്ടും അല്ലെങ്കിൽ കോപ്പർ 2+ ആയിട്ടും SO4 2- ആയിട്ടും എന്ത് ചെയ്തു, മാറി. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന കോപ്പർ 2+ൻ്റെ ചാർജ് പോസിറ്റീവാണ്, SO4 2- ചാർജ് നെഗറ്റീവാണ്. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ഈ കോപ്പർ 2+, പോസിറ്റീവ് ചാർജുള്ള കോപ്പർ 2+, നെഗറ്റീവ് ചാർജുള്ള ഈ ഇലക്ട്രോഡിലോട്ട് മൂവ് ചെയ്യും. അതേപോലെ നെഗറ്റീവ് ചാർജുള്ള ഈ SO4- പോസിറ്റീവ് ചാർജുള്ള ആനോഡിലോട്ടും മൂവ് ചെയ്യും. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള കോപ്പർ 2+, നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലെത്തി അതിൻ്റെ ചാർജ് നഷ്ടപ്പെടുത്തി ഈ കോപ്പർ എന്ത് ചെയ്യും, ഈ ഒരു കാഥോഡിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അതേപോലെ SO4 2- ഈ ഒരു ആനോഡിലെത്തി അവിടെ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടുത്തി ആ ഒരു SO4 2- ഈ ഉണ്ടാകുന്ന ആനോഡിലും ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറേ നേരം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സൊല്യൂഷനിലുണ്ടാകുന്ന കോപ്പർ എല്ലാം, സൊല്യൂഷനകത്തുള്ള കോപ്പറൊക്കെ ചെന്ന് എന്ത് ചെയ്തു, ഈ കാഥോഡിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തു. അതേപോലെ തന്നെ സൊല്യൂഷനിലുള്ള SO4 എല്ലാം വന്ന് ഈ ഒരു കോപ്പറിൽ ഇവിടെയും ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള കോപ്പറിൻ്റെ മാസ് ഇങ്ങനെ കൂടിക്കൂടി വരും. ഇവിടെ കോപ്പർ മാറിയിട്ട് എന്തായിട്ട് മാറും, ഇവിടെ കോപ്പറും SO4 കൂടിയിട്ട് ഇവിടെ ഈ ഒരു ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനോഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറി. ഇവിടെയുള്ള കോപ്പറിൽ വീണ്ടും കോപ്പർ ഒന്ന് അടിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ കോപ്പറിൻ്റെ മാസ് അവിടെ കൂടി വന്നു. ഇനി കുറച്ച് കഴിയുന്ന സമയത്ത് ഈ സൊല്യൂഷനിലുള്ള കോപ്പർ സൾഫേറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും. കാരണം ഇതെല്ലാം 2 ഇലക്ട്രോഡിലോട്ടും ഇങ്ങനെ വിഘടിച്ച് പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറയുന്ന സമയത്ത് ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കോപ്പർ സൾഫേറ്റ് നേരെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ സൊല്യൂഷനിലോട്ട് മെല്ലെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും സൊല്യൂഷനിൽ ഇലക്ട്രോഡിലുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇറങ്ങുന്ന സമയത്ത് അത് വീണ്ടും കോപ്പറും SO4 ആയിട്ട് വീണ്ടും മാറും. അപ്പോൾ ഇതിലുള്ള കോപ്പർ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഒരു കാഥോഡിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന് അവസാനം നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പ്രോസസ്സിൻ്റെ എൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആനോഡിൻ്റെ മാസ് വളരെ കുറഞ്ഞിട്ടുണ്ടാകും. കാരണം
ആനോഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറി അത് ആ സൊല്യൂഷനിൽ ആ ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിൻ്റെ മാസ് കുറഞ്ഞ് വന്ന് സൊല്യൂഷനിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാകും. എന്നാൽ സൊല്യൂഷനിലുള്ള കോപ്പറും ഈ പോസിറ്റീവ് ഇലക്ട്രോഡുള്ള കോപ്പറും അല്ലെങ്കിൽ ആനോഡിലുള്ള കോപ്പറും എല്ലാം കൂടി ചേർന്ന് ഈ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ കാഥോഡിൻ്റെ മാസ് കൂടിയതായിട്ട് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് എൻഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇലക്ട്രോലൈസിസിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫിഗർ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇതിൻ്റെ നോട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഫസ്റ്റ് പറയുന്ന പോയിന്റ്, ലെറ്റ് 2 കോപ്പർ ഇലക്ട്രോഡ്സ് ബി ഇമ്മേഴ്സ്ഡ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ ഇലക്ട്രോഡ്. 2 കോപ്പർ ഇലക്ട്രോഡ്സ് എന്ത് ചെയ്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ചു. എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ബാറ്ററി കണക്ട് ചെയ്തു. ദെൻ പോസിറ്റീവ് കോപ്പർ അയോൺസ് കോപ്പർ 2+ ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. അതായത് എന്നിട്ട് അതിലോട്ട് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് കോപ്പർ 2+ ആയിട്ടും SO4 2- ആയിട്ടും മാറിയിട്ടുണ്ടാകും. അപ്പോൾ പോസിറ്റീവ് കോപ്പർ 2+, അതായത് പോസിറ്റീവ് ചാർജുള്ള കോപ്പർ 2+ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിലോട്ട് അതായത് കാഥോഡിലോട്ട് മൂവ് ചെയ്യും. അതേപോലെ നെഗറ്റീവ് അയോൺസ് SO4 2- ഉള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ അതെന്ത് ചെയ്യും, തിരിച്ച് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ട് അതായത് ആനോഡിലോട്ട് മൂവ് ചെയ്യും. ഈ ഒരു മൂവ്മെൻറ്റ് കാരണം, ഈ ഒരു അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം അവിടെ എന്ത് ചെയ്യും, അവിടെ ഒരു കറണ്ട് ഈ സൊല്യൂഷനകത്തൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് കൺസ്റ്റിറ്റ്യൂട്ട് എ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിനകത്തിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമല്ല, അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് അവിടെ കറണ്ട് ഉണ്ടാകുന്നത്. ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ദ കറണ്ട് ഈസ് ഡ്യൂ ടു മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. നാലാമത്തെ പോയിന്റ് പറഞ്ഞ് നമ്മൾ ഇലക്ട്രോലൈറ്റിനകത്ത് കറണ്ട് ഉണ്ടാകുന്ന അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റിന് പുറത്ത് കറണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ്. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, വെൻ കോപ്പർ 2+ അയോൺസ് മൂവ് ദ കാഥോഡ് ദേ ലീവ് ദെയർ ചാർജ് ദാൻ ബിക്കം കോപ്പർ ആറ്റംസ് ആൻഡ് വിച്ച് ആർ ഡിപ്പോസിറ്റ് ഓവർ ദ കാഥോഡ്. കോപ്പർ 2+ അയോൺസ് പിന്നെ കാഥോഡിലോട്ട് മൂവ് ചെയ്ത് അയാളെ ചാർജ് അവിടെ ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ കാഥോഡിലോട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അതേപോലെ സിമിലർലി SO4 2- അയോൺസ് മൂവ്സ് ടു ആനോഡ് ഗിവ് അപ്പ് ദ ചാർജ് ആൻഡ് ദർ റിയാക്ട് വിത്ത് ദ ഫോം CSO4. അതേപോലെ തന്നെ SO4 2- പിന്നെ ആനോഡിലോട്ട് പോകും, അതിൻ്റെ ചാർജ് നൽകിക്കൊണ്ട് അവിടെ നിന്നിട്ട് എന്തായിട്ട് മാറും, അത് ചാർജ് ഈ ഒരു ആനോഡുമായി കൂടി ചേർന്ന് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറും. ഇതാണ് ഇതിൻ്റെ നോട്ടിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കാം, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലൈസിസ്. ഇപ്പോൾ ഫാരഡേസിൻ്റെ ഇലക്ട്രോലൈസിസുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലോ പറയുന്നത് നോക്കാം. ദ മാസ് ഓഫ് അയോൺസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഓവർ എൻ ഇലക്ട്രോലൈറ്റിക് സെൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് ഇസ് പാസസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സ്പെരിമെൻറ്റിൽ ആ ഒരു ഇലക്ട്രോലൈറ്റുള്ള കറണ്ട് പാസ് ചെയ്തു. അതിൻ്റെ കാരണം ആയിക്കൊണ്ട് ഒരു ഇലക്ട്രോഡ്, അതായത് ആനോഡിൽ നിന്ന് പിന്നെ അയോൺസ് പിന്നെ ലിബറേറ്റ് ചെയ്തു. എന്നാൽ കാഥോഡിൽ എന്ത് ചെയ്തു, അയോൺസ് ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് മാസ് ഓഫ് അയോൺസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഓവർ എൻ ഇലക്ട്രോഡ്. ഒരു ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പിന്നെ അയൺസിൻ്റെ മാസ് അല്ലെങ്കിൽ അവിടുന്ന് ലിബറേറ്റ് ചെയ്തിട്ടുള്ള അയൺസിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനോട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതായത് കൂടുതൽ കറണ്ട് ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അയോൺസ് ഒന്നെങ്കിൽ ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്യും. വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ നമ്മൾ ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ട് ഓഫ് മാസ് ഓഫ് അയോൺസ് മാത്രം എന്ത് ചെയ്യുള്ളൂ, ലിബറേറ്റ് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുള്ളൂ. അതായത് മാസ് ഓഫ് അയോൺസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഇൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതാണ് നമ്മൾ പറഞ്ഞ കാര്യം. അതാണ് ഫസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജിൻ്റെ ഇക്വേഷനാണ് ക്യൂ എന്ന് പറഞ്ഞാൽ I × T ആണ്. അപ്പോൾ M എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q ആണ്.
അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഐ ടി ആയതുകൊണ്ട് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ടി നമുക്ക് പറയാൻ പറ്റും. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞ് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ ടി എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റൻ്റാണ് സെഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ഐ ടി എന്ന് വന്നു. സെഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. ആ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് Z is equal to chemical equivalent weight divided by Faraday's constant ആണ്. That is equal to E by F നമ്മൾ പറയും. അപ്പോൾ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഇപ്പോൾ Z കാണാനുള്ള ഇക്വേഷനാണ് കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഡിവൈഡ് ബൈ ഫാരഡേസ് കോൺസ്റ്റൻറ്റ്. അതിൽ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് ആറ്റോമിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു A by V നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ ലോ പറയുന്നത് നോക്കാം. ദ മാസ് ഓഫ് അയോൺസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആർ പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ്. അതായത് നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്തു, രണ്ട് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിലോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിപ്പോസിഷൻ്റെ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി രണ്ട് സബ്സ്റ്റൻസിലോട്ട് കൊടുത്തു. അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാസ് ഓഫ് ലിബറേഷൻ അല്ലെങ്കിൽ ഡിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം M1 M2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും മാസാണെന്ന് കരുതാം. E1 E2 എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കോപ്പറിൻ്റെയും അതേപോലെ സിൽവറിൻ്റെയും കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ആണെന്ന് കരുതാം. Z1 Z2 എന്ന് പറഞ്ഞാൽ സിമിലർലി കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും ഇലക്ട്രിക്കൽ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാരഡേസ് ലോ പ്രകാരം M1 by M2 എന്ന് പറഞ്ഞാൽ E1 by E2 ആയിരിക്കും. അതായത് M1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ കോപ്പർ ആണ്, M2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സിൽവർ ആണ്, E1 എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കോപ്പർ ആണ്, E2 എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും M1 by M2 ഈസ് ഈക്വൽ ടു E1 by E2 ഈസ് ഈക്വൽ ടു Z1 by Z2. Z1 എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കോപ്പർ ആണ്, അതേപോലെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കോപ്പർ ആണ്, അതേപോലെ Z2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഫാരഡേസ് ലോൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് M1 by M2 ഈസ് ഈക്വൽ ടു E1 by E2 ഈസ് ഈക്വൽ ടു Z1 by Z2 ആയിരിക്കും.